വിശുദ്ധ ഖുർആൻ ഓതുകയാണ് നിബിതങ്ങൾ. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ബിംബങ്ങളെ സംബന്ധിച്ച് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അന്നത്തെ ആരാധ്യ വസ്തുക്കളായിരുന്ന ബിംബങ്ങളെ നോക്കി മെസപ്പൊട്ടേമിയക്കാർ, ബാബിലോണിയക്കാർ ബിംബാരാധനകൾ ചെയ്തിരുന്ന കാലം ബിംബങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, റബ്ബേ, ഈ ബിംബാരാധന എത്രയോ ആളുകളെ അല്ലാഹുവേ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞാൻ പറഞ്ഞത് സ്വീകരിച്ചവർ എന്നിൽപ്പെട്ടവരാണ് റബ്ബേ, അവരെ നീ ശിക്ഷിക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞത് കേൾക്കാത്തവർ, പഠിച്ചവനെ, നിന്റെ അടിമകളാണല്ലോ അവർ, നീ മാപ്പ് ചെയ്യുന്നവനല്ലയോ? ഒരു പ്രവാചകന്റെ മനസ്സ് നോക്കണം. 950 വർഷം ഒരു മനുഷ്യ ശരീരത്തിന് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് ഖുർആൻ പറയുന്ന ചാലഞ്ച്. അത്രയും വർഷം ജീവിച്ച മഹാനാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. മെസപ്പൊട്ടേമിയക്കാരനാണ്. ഇറാഖിലെ യൂഫ്രട്ടീസിനും ദിജ്ലക്കും ടൈഗ്രീസിനും യൂഫ്രട്ടീസിനും ഇടയിലുള്ള പ്രദേശത്തിനാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയാം. The lands between two rivers. 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഇതാണ് പഴയകാലത്ത് മെസപ്പൊട്ടേമിയ എന്ന് പറയാം. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്തിന് കടന്നു വന്നത്. അല്ലാഹുവേ, എന്നെ പിൻപറ്റാത്തവരെ മുഴുവൻ നരകത്തിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റല്ല. പക്ഷേ നൂഹ് നബി പറയുന്നത്, വമൻ അസ്വാനി, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നവർ, ഫഇന്നക ഗഫൂറുർ റഹീം, നീ പുറത്തു കൊടുക്കുന്നവനല്ലയോ റബ്ബേ, നീ കരുണാനിധിയല്ലയോ? ഇത് കൊടുത്തൂടെ റബ്ബേ? ആഗ്രഹം പറയാ. അല്ലാഹു ശിർക്ക് പുറത്തു കൊടുക്കൂല എന്നാ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ.